നാട്ടിൽ പോയിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വയനാട് ട്രിപ്പ് പോയതായിരുന്നു. ജസ്റ്റ് ഈ വയനാട് പോയത് ഇത്ര വലിയ സംഗതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പെഷ്യലും ഏറ്റവും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതു ട്രിപ്പിന് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം അവന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. നമുക്കിനി വേറെ ഡേയ്സ് ഇല്ല. ഭയങ്കര ടൈറ്റായിട്ടാണ് ഓരോ ദിവസവും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നടക്കണമെങ്കിൽ രണ്ട് ടൈമിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരിക്കലും നടത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇതേ സമയത്ത് അവൻ ആ ട്രിപ്പും ഞാൻ ഈ ട്രിപ്പും പോവുകയാണെങ്കിൽ രണ്ടും നടക്കും. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ട് എന്തായാലും കാനഡയിലോട്ട് തന്നെയാണല്ലോ വരുന്നത്. പിന്നെ വീട്ടുകാരുടെ കൂടെ ഒരു ട്രിപ്പ്, അത് നെക്സ്റ്റ് നാട്ടിൽ പോക്കിൽ എന്തായാലും സെറ്റ്. ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് മുന്നേ ഒന്നും റിസോർട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ ഒരു ദിവസം നമ്മൾ അവിടെ ഫുള്ള് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തിരുന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ നേരെ വിട്ടത് 900 കണ്ടിയിലോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഓൺ ദ വേ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഇറങ്ങി നിന്ന് കണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ അവിടെ എത്തി. കാറ് താഴെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ മേലോട്ട് ഈ ജീപ്പിൽ വേണം പോകാനായിട്ട്. പിന്നെ ആ റോഡ് മൊത്തം അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആകെ 2 മണിക്കൂറാണ് നമുക്ക് ടൈം ഉണ്ടാവുക. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ എല്ലാം ചുറ്റിക്കറങ്ങി വരണം. ഗ്ലാസ് ബ്രിഡ്ജ് ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു അടിപൊളി വ്യൂ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ അവിടെ അത്യാവശ്യം നടന്ന് എൻട്രി ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. ഒരു ഒന്നും ഇല്ലാത്ത ഞാൻ ട്രൈ ചെയ്തത് നിങ്ങൾ കാണണം. ഇവിടെ നായ എന്തപ്പം ഉണ്ടായെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. എങ്ങനെ എറിഞ്ഞാലും ഒരു ഉന്നത്തിൽ കൊള്ളിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. പിന്നെ എൻട്രി ടിക്കറ്റ് ഇല്ലാതെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് എടുക്കേണ്ടതാണ് ഈ ജൈൻസ് സ്വിങ്, അതുപോലെ സിപ്പ് ലൈന്, പിന്നെ ഒരു സൈക്കിളിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിലൊക്കെ അത്യാവശ്യം കയറി. പിന്നെ അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ ടൈം അത്യാവശ്യം കഴിയാനായിട്ടുണ്ടായി. അപ്പോൾ പെട്ടെന്ന് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇങ്ങോട്ട് ജീപ്പിൽ കൊണ്ടുവന്ന അതേ ഏട്ടൻ തന്നെയാണ് അങ്ങോട്ടും കൊണ്ടുപോകുക. അപ്പോൾ പിന്നെ ആ ഏട്ടനാണെങ്കിൽ അവിടെ ടൈം ഒഴുകി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകണ്ടേ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ രാത്രി മന്തി കഴിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണുന്നവരെ ബൈ.